വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ബീറ്റ് ദ ഹീറ്റ് ഡോഗ് എഡിഷൻ്റെ രണ്ടാമത്തെ വീഡിയോ ചെയ്യാനായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നും നമ്മൾ രണ്ട് ടോപ്പിക്കാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതെ, ഒന്നിക്കിൽ നീ വീഡിയോയിൽ ഇരിക്കുക, അല്ലെങ്കിൽ ഇരിക്കുന്ന ആളെ ഉപദ്രവിക്കാണ്ടിരിക്കുക. ഇത് കണ്ടോ നിങ്ങൾ? ലിയോ നല്ല കുട്ടിയായിട്ട് വീഡിയോയിൽ ഇരിക്കുകയല്ലേ? നല്ല കുട്ടിയായിട്ടിരിക്കുകയല്ലേ? പോയി. സോ ഇന്ന് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള രണ്ട് ടോപ്പിക്ക്, ഒന്നെന്ന് പറയുന്നത് ഈ ഒരു ചൂട് കാലത്ത് ഇവരുടെ ബോഡി ഡീഹൈഡ്രേറ്റഡ് ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കാനായിട്ട് ഇവർ കാണിച്ചിരുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയെന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ചൂട് കാലത്ത് നമ്മൾ ഡോഗ് പാരൻസ് എപ്പോഴും നമ്മുടെ കയ്യിൽ കരുതി വെക്കേണ്ട 5 സാധനങ്ങൾ എന്തൊക്കെയാണ്. ഇത് രണ്ടുമാണ് ഇന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഡീഹൈഡ്രേഷനെ കുറിച്ചാണ്. ചൂട് കാലമായി കഴിഞ്ഞാൽ ഇവർക്ക് കോമൺ ആയിട്ട് വരുന്നൊരു ബുദ്ധിമുട്ടാണ് ഡീഹൈഡ്രേഷൻ. അതായത് വെള്ളത്തിൻ്റെ അളവ് ഇവരുടെ ശരീരത്തിൽ കുറയുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ. അപ്പം നമ്മളാണെങ്കിൽ നമുക്ക് ദാഹം വരുമ്പോൾ നമ്മൾ വെള്ളം കുടിക്കും, നമുക്ക് തണുത്ത വെള്ളം വേണമെന്ന് വെച്ചാൽ തണുത്ത വെള്ളം കുടിക്കും. ഇതൊന്നും പറയാനായിട്ട് ഇവരെ കൊണ്ട് പറ്റില്ല. പക്ഷേ ഇവർ കുറച്ച് ലക്ഷണങ്ങൾ കാണിച്ചു തരും ഇവരുടെ ബോഡിയിൽ ജലാംശം കുറവാണെന്ന്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് വേണം നമ്മൾ ഇവരെടുത്ത് എന്ത് വേണം, അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഇവർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ. അപ്പോൾ ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത്, നിങ്ങൾ ഇവരുടെ നോസ് എപ്പോഴും തൊട്ട് നോക്കിയിട്ടുണ്ടോ? അതെ, എപ്പോഴും നല്ല വെറ്റായിരിക്കും. അതേപോലെ ഇവരുടെ ഗംസും നല്ല വെറ്റായിരിക്കും. പക്ഷേ ഡീഹൈഡ്രേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഈ 2 കാര്യങ്ങളും നല്ല ഡ്രൈ ആയിരിക്കും. ഈ ഗംസ് ഒന്നും പിങ്ക് കളറായിട്ടൊന്നും നമുക്ക് കാണാനായിട്ട് പറ്റില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇവരുടെ ഒരു നോർമൽ അവസ്ഥയിൽ ഇവരുടെ മൂക്കും ഗംസും ഒക്കെ വെറ്റാണ്. പക്ഷെ അത് ഡ്രൈ ആയിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അതൊരു വാർണിംഗ് സൈനാണ്. എന്തെങ്കിലും ഒരു ആരോഗ്യ പ്രശ്നം ഉള്ളത് കൊണ്ടാണ് ആ ഒരു ലക്ഷണം ഇവർ കാണിക്കുന്നത്. അപ്പോൾ ഡീഹൈഡ്രേഷൻ ഉണ്ടെങ്കിലും ഈ ഒരു ലക്ഷണം നമുക്ക് കാണാനായിട്ട് പറ്റും. ഇത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ചൂട് കാലത്ത് നമ്മൾ എപ്പോഴും കാണുന്ന ഒരു കാര്യമാണ്, ഇവരുടെ 2 ഭാഗത്തുനിന്നും വായിന്ന് ഇങ്ങനെ പത പോലെ നല്ല തിക്കായിട്ട് സലൈവ വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇവരുടെ ബോഡിയിൽ ജലാംശത്തിൻ്റെ അളവ് കുറയുന്നത് കാരണം ഡീഹൈഡ്രേഷൻ്റെ ഭാഗമായിട്ട് ഇവർ കാണിക്കുന്ന ഒരു ലക്ഷണമാണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഹീറ്റ് സ്ട്രോക്ക് വന്നു കഴിഞ്ഞാലും ഈ ഒരു ഡ്രൂളിങ്ങിൻ്റെ ലക്ഷണം നമ്മൾ കാണാറുണ്ട് കേട്ടോ. അപ്പോൾ കൂടുതൽ വെള്ളമൊക്കെ കൊടുത്ത് ഇവരെ ഒന്ന് റിലാക്സ് ആവുന്ന സമയത്ത് ആ ഒരു പ്രശ്നം മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ലക്ഷണം. മൂന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ക്ഷീണം തന്നെയാണ്. ഇവരൊട്ടും ആക്റ്റീവ് ആവാതെ വളരെ ലോ എനർജിയിൽ ഇരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. എത്ര നമ്മൾ കളിക്കാൻ വിളിച്ചാലും നടക്കാൻ വിളിച്ചാലും ഒന്നും വരില്ല. അടങ്ങി ഒതുങ്ങി ഇങ്ങനെ വയ്യാത്ത പോലെ ഇരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇത് ഡീഹൈഡ്രേഷൻ കാരണം ഇവർക്ക് വന്നിട്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ്. ആൻഡ് നാലാമത്തെ ലക്ഷണം എന്ന് പറയുന്നത്, നമുക്ക് ഈ പനി അല്ലെങ്കിൽ വല്ല അസുഖങ്ങളൊക്കെ വരുമ്പം കാണുന്ന ആൾക്കാർ നമ്മളോട് കോമൺ ആയിട്ടൊരു കാര്യം ചോദിക്കാറുണ്ട്, ഇതെന്താ കണ്ണൊക്കെ ഇങ്ങനെ കുഴിയിലോട്ട് പോയതെന്നല്ലേ? അതേപോലെ ഇവർക്കും സംഭവിക്കാം. ഇവരുടെ കണ്ണൊക്കെ ഇങ്ങനെ ഉള്ളിലോട്ട് പോയൊരവസ്ഥ വരും. ഇത് ഡീഹൈഡ്രേഷൻ്റെ ഒരു ഭാഗമാണ്. അടുത്തൊരു ലക്ഷണം എന്ന് പറയുന്നത്, ഇത് ലൈവായിട്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ നിങ്ങളുടെ പെറ്റ്സിൻ്റെ നെക്കിൻ്റെ ബാക്ക് സൈഡ് ഇതേപോലെ ഒന്ന് പിടിച്ചു നോക്കുക. പിടിച്ചിട്ട് അപ്പം തന്നെ വിടുമ്പം അത് നോർമൽ അവസ്ഥയിലോട്ട് പെട്ടെന്ന് തന്നെ പോയില്ലേ? അപ്പോൾ ലിയോന് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഡീഹൈഡ്രേഷൻ വന്ന ഡോഗ്സ് ആണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഇലാസ്റ്റിസിറ്റി വളരെ കുറവായിരിക്കും. നമ്മളിങ്ങനെ പിടിച്ചു കഴിഞ്ഞ് വിടുന്ന സമയത്ത് കുറച്ച് സമയം എടുത്തിട്ടായിരിക്കും അത് നോർമൽ അവസ്ഥയിലോട്ട് പോകുന്നത്. അപ്പോൾ അത് ഡീഹൈഡ്രേഷൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഡീഹൈഡ്രേഷൻ ഇവർക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവർ കാണിച്ചു തരുന്ന ലക്ഷണങ്ങൾ. അപ്പോൾ ഒന്ന് ഒബ്സർവ് ചെയ്യുക, എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങളുടെ പെറ്റ്സിന് ഉണ്ടോ എന്നുള്ളത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും. കാരണം എന്തെങ്കിലും ഒരു ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ മനസ്സിലാക്കാമല്ലോ ഇത് എന്തുകൊണ്ടാണ് വന്നതെന്ന്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ നിങ്ങൾക്ക് ചെയ്യാനും പറ്റും. നമ്മൾ ഇന്നലെ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവർക്ക് ഐസ് ക്യൂബ്സ് കൊടുക്കണം, ക്യൂക്കുംബർ കൊടുക്കണം, വാട്ടർ മെലോൺ കൊടുക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇവരുടെ ഡയറ്റിൽ ഡെയിലി നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ബോഡി കൂൾ ആവാനായിട്ട് ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ ഡീഹൈഡ്രേഷൻ്റെ പ്രശ്നമൊന്നും ഇവർക്ക് വരില്ല. അപ്പം വന്നു കഴിഞ്ഞിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിനേക്കാളും നല്ലത് വരാതിരിക്കാൻ നോക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഡയറ്റിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യുക. രണ്ടാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത്, എന്തായിരുന്നു രണ്ടാമത്തെ ടോപ്പിക്ക്? എനിക്ക് ഓർമ്മയുണ്ടോ? നമ്മളൊരു ഡോഗ് പാരൻ്റ് ആണെങ്കിൽ ഈ ചൂട്
ചൂടുകാലത്ത് നമ്മുടെ കയ്യിൽ വേണ്ട 5 സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ആ ബോൾ എന്തായാലും ഞങ്ങളുടെ കയ്യിൽ വേണ്ട ഒരു കാര്യമാണ്. കാരണം ആ ബോൾ ഇല്ലെങ്കിൽ ലാവിക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ അത് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണ്ട, ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള 5 സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഐസ് പാക്ക് അല്ലെങ്കിൽ വെറ്റ് ടവൽസ് നമ്മൾ എപ്പോഴും കരുതി വെക്കണം കേട്ടോ. കാരണം എന്തെങ്കിലും ഒരു സൈൻ ഇവർ കാണിക്കുകയാണ്, ഇവർക്ക് ക്ഷീണം വന്നു, അല്ലെങ്കിൽ ഇവരുടെ വായിൽ നിന്ന് ഇങ്ങനെ പത പോലെ വരുന്നുണ്ട്, ഇവരൊട്ടും ആക്റ്റീവ് അല്ല, ചൂടെടുക്കുന്നുണ്ട്, നല്ലോണം വെള്ളം കുടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നനഞ്ഞ സ്ഥലത്ത് പോയി കിടക്കുക, ഇതൊക്കെ ഇപ്പം നമുക്ക് സ്ഥിരമായിട്ട് കാണാൻ പറ്റുന്ന കുറച്ച് ലക്ഷണങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഐസ് പാക്ക് ഉണ്ടെങ്കിൽ നേരെ ഇവരുടെ ബോഡിയിൽ അങ്ങ് വെച്ച് കൊടുക്കുക. ഇങ്ങനെ ഫേസിലും നെക്കിലും ഒക്കെ നമ്മൾ വെച്ച് കൊടുക്കുക. ഇവരുടെ ബോഡി കൂളാവാനായിട്ട് അത് സഹായിക്കും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നല്ല തണുത്ത വെള്ളത്തിൽ ഒരു ടവല് ഡിപ്പ് ചെയ്യുക, നന്നായിട്ട് പിഴിഞ്ഞതിന് ശേഷം ബോഡി ഒന്ന് തുടച്ചു കൊടുക്കുക. വെറ്റ് വൈപ്പേഴ്സും നമുക്ക് യൂസ് ചെയ്യാം. അത് ഫ്രിഡ്ജിലൊക്കെ വെച്ചതാണെങ്കിൽ ആ തണുത്ത വെറ്റ് വൈപ്പേഴ്സ് വെച്ചിട്ട് ഇവരുടെ ഫേസ് ഒക്കെ ഒന്ന് തുടച്ചു കൊടുക്കുകയാണെങ്കിലും നല്ലതാണ്. നമ്മുടെ വെറ്റ് വൈപ്പേഴ്സ് യൂസ് ചെയ്യരുത്. പിന്നെ കുറേ പേര് നമ്മളെടുത്ത് ചോദിക്കാറുണ്ട് ബേബീസിൻ്റെ വെറ്റ് വൈപ്പേഴ്സ് യൂസ് ചെയ്യട്ടെ എന്ന്. അതും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. പെറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെ നമ്മൾ യൂസ് ചെയ്യണം. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കട്ടെ. ഞാൻ മറന്നുപോയില്ല ഈ രണ്ടാമത്തെ പോയിന്റ്. വെറ്റ് അപ്രൂവ് ചെയ്തിട്ടുള്ള ഇവരുടെ ഇലക്ട്രോലൈറ്റ് പൗഡേഴ്സ് അവൈലബിൾ ആണ്. ഇത് പറയുമ്പം എല്ലാവരും ചാടി കയറി നമ്മുടെ പ്രൊഡക്റ്റുകൾ കിട്ടുന്ന മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് നമ്മൾ കഴിക്കുന്ന ORSൻ്റെ പാക്കറ്റ് വാങ്ങിച്ചിട്ടാണ് ഇവർക്ക് കൊടുക്കാറുള്ളത്. അത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. അത് നമുക്ക് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റാണ്, പെറ്റ്സിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റ് അല്ല. സോ വെറ്റ് അപ്രൂവ് ചെയ്തിട്ടുള്ള ഇലക്ട്രോലൈറ്റ് പൗഡേഴ്സ് അല്ലെങ്കിൽ ORS പെറ്റ് ഷോപ്പുകളിൽ അവൈലബിൾ ആയിരിക്കും. ആ പാക്കറ്റ് 1, 2, 3 എണ്ണം വാങ്ങിച്ച് വെക്കുന്നത് നല്ലതാണ്. ഇവർ ഈ ഒരു സമയത്ത് വൊമിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും ഒരു ക്ഷീണമുണ്ട്, ഒട്ടും ആക്റ്റീവ് അല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇത് കലക്കി കുറച്ച് കൊടുത്താൽ മതി. മൂന്നാമത്തെ കാര്യം തെർമോമീറ്റർ ആണ്. അതായത് ഇവരുടെ ടെമ്പറേച്ചർ ഒന്ന് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഹീറ്റ് സ്ട്രോക്ക് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാനായിട്ട് ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇവരുടെ നോർമൽ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 101 ഡിഗ്രി ഫാരൻഹീറ്റ് മുതൽ 102.5 ഡിഗ്രി ഫാരൻഹീറ്റ് വരെയാണ്. അതിനേക്കാൾ കൂടുതലാണ് ഇവരുടെ ടെമ്പറേച്ചർ എങ്കിൽ നമ്മൾ എന്തായാലും ഡോക്ടറിനെ കാണിക്കുന്നതാണ് നല്ലത്. നാലാമതായിട്ട് നമ്മുടെ കയ്യിൽ വേണ്ടത് ഈ ചൂട് കാലത്ത് ഏറ്റവും കൂടുതൽ വരുന്നൊരു പരാതിയാണ് ഇവരുടെ ബോഡിയിൽ മൊത്തം ചെള്ളാണ്, ഫ്ലീസാണ്. ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് എന്തെങ്കിലും വഴിയുണ്ടോയെന്ന്. ഇത് ചൂടുകാലം ആയതുകൊണ്ട് ചെള്ളിൻ്റെയൊക്കെ ശല്യം വളരെ വളരെ കൂടുതലായിരിക്കും. അതിനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടിക്സ് ആൻഡ് ഫ്ലീസിൻ്റെ സ്പ്രേസ് ഒക്കെ അവൈലബിൾ ആണ്. അത് വാങ്ങിച്ചു വെക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഇവർ വാക്കിങ്ങിന് പോകുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഗാർഡനിലും പറമ്പിലൊക്കെ കറങ്ങി നടക്കുന്ന ടീംസ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെള്ളി ഇവരുടെ ബോഡിയിലോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് വരാതിരിക്കാനായിട്ട് എപ്പോഴും നടക്കുന്നതിൻ്റെ മുമ്പേ ഒക്കെ ഈ ഒരു സ്പ്രേ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും. ടിക്സൊക്കെ നശിച്ചു പോകാനും ടിക്സ് ഇവരുടെ ബോഡിയിലോട്ട് വരാതിരിക്കാനും ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. എൻ്റെ അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവരുടെ എന്ത് സോഫ്റ്റ് ആയിട്ടുള്ളൊരു ആണ് അല്ലേ. എനിക്കിഷ്ടമാണ് ലിയോ ലാവിൻ്റെ പോസ് ഇങ്ങനെ എപ്പോഴും തൊട്ടുകൊണ്ടിരിക്കാൻ. കുഞ്ഞു പൂവാണ്. പക്ഷേ ഈ ചൂട് കാലം എന്ന് പറയുമ്പം നമ്മുടെ സർഫസൊക്കെ ഭയങ്കര ചൂടാണ്. ഈ കുഞ്ഞ് സെൻസിറ്റീവായിട്ടുള്ള പോസ് പൊള്ളാനും ഇവർക്ക് ക്രാക്ക് വരാനും ഒക്കെ ചെറിയ ചൂട് മതി. അതുകൊണ്ട് എപ്പോഴും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഡെയിലി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ബാംസ് ഒക്കെ മേടിക്കാൻ കിട്ടും ഇവർക്ക് വേണ്ടിയിട്ടുള്ള. ഇനി അത് വാങ്ങിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ എന്ത് ജാടയാ നോക്ക്. അല്ലെ അത് നിങ്ങൾക്ക് വാങ്ങിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വീട്ടിൽ കുറച്ച് നെയ്യോ ബട്ടറോ അല്ലെങ്കിൽ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ അവൈലബിൾ ആയിരിക്കില്ലേ, അത് വെച്ചിട്ട് ഇവരുടെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഡെയിലി മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് അവർക്ക് നല്ലൊരു റിലാക്സ് ആയിരിക്കും. പിന്നെ ഈ ക്രാക്കൊന്നും വരാതിരിക്കാനും അതൊരുപാട് സഹായിക്കും. അപ്പോൾ ഈ ഒരു 5 കാര്യങ്ങൾ ഇന്ന് തന്നെ നിങ്ങളുടെ വീട്ടിലുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തുക. എന്തെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അത് വാങ്ങിച്ചു വെക്കുന്നതാണ് ഏറ്റവും സേഫായിട്ടുള്ള കാര്യം. നമുക്ക് എന്തെങ്കിലും ചൂട് കാരണം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മറ്റുള്ളവരുടെ അടുത്ത് പറയാൻ പറ്റും. പക്ഷേ ഇവർക്കത് പറയാൻ പറ്റില്ല. നമ്മൾ തന്നെ മനസ്സിലാക്കി എടുക്കണം. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു തരുമ്പം നിങ്ങൾക്ക് കൂടുതൽ ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനത്തെയൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഇവർക്ക് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കരുത്. എത്രയും പെട്ടെന്ന് ഡോക്ടറിനെ തന്നെ കാണിക്കണം. ഈ ചൂടുകാലത്ത് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ബുദ്ധിമുട്ടും ഹീറ്റ് സ്ട്രോക്ക് തന്നെയാണ്. അതുകൊണ്ട് ഹീറ്റ് സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങളൊക്കെ വരാതിരിക്കാനായിട്ട് നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക. ഇവരുടെ ഡയറ്റിലൊക്കെ നല്ല കൂളിംഗ് ആയിട്ടുള്ള ഫുഡുകൾ ഇൻക്ലൂഡ് ചെയ്യുക അല്ലേ.
ഫാൻ വെച്ച് കൊടുക്കുക. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടാൽ മതി. എല്ലാവർക്കും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മനസ്സിലാവും അല്ലേ. അപ്പം ഞങ്ങൾ പോട്ടെ. അപ്പോൾ ബീറ്റ് ദ ഹീറ്റ് ഡോഗ് എഡിഷൻ്റെ സെക്കൻഡ് എപ്പിസോഡാണ് നമ്മളിപ്പം ഫിനിഷ് ചെയ്തിട്ടുള്ളത്. നാളെ നമ്മൾ വീണ്ടും 2 അടിപൊളി ടോപ്പിക്കുമായിട്ട് വരും കേട്ടോ. ആ ജാടക്കാരി ഇവിടെ വരൂ ജാടക്കാരി. പിന്നെ ലാവി എവിടെ പോകുമ്പോഴും ഞങ്ങൾക്ക് ഈ ബോളിൻ്റെ ആവശ്യമുള്ളത് കൊണ്ട് ഇത് ഞങ്ങൾ എപ്പോഴും കരുതി വെക്കുന്നൊരു കാര്യമാണ്. നീ ഒന്നിരിക്കോ പ്ലീസ്. നിന്നെ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് എത്ര പേർക്ക് വിഷമമുണ്ടെന്നറിയോ? ലിയോനെ ഉപദ്രവിക്കുക, എന്നെ ഉപദ്രവിക്കുക, ഇതൊക്കെയാണ് ലാവിൻ്റെ ഹോബി. ശരി, അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എല്ലാ പെറ്റ് പാരൻസിലോട്ടും ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യും. ബൈ.